നല്ല പഞ്ഞിക്കിട്ട് പോലെ തൂവെള്ള നിറത്തിലുള്ള ആകാശം. ഇത് മൊറോക്കൻ ഗായ്, യൂബർ ഡ്രൈവറാണ്. മിക്ക ഹിന്ദി സിനിമകളും കാണും. ആ കാണുന്നത് ഇവിടുത്തെ ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഈ പോകുന്ന വഴികളിൽ നല്ല ഹാഷ് പോഷ് ആൾക്കാർ താമസിക്കുന്ന ഏരിയ. ആ കാണുന്നത് ഇന്ത്യൻ ഫ്ലാഗല്ല കേട്ടോ. അങ്ങ് ദൂരെയായിട്ടാ കാണുന്നത്. എന്താന്ന് മനസ്സിലായോ? അതെ, ഐഫൽ ടവർ. എന്നെക്കാൾ വിശപ്പ് എൻ്റെ കൂടെ ഉള്ളവർക്കായതിനാ നേരെ പോയത് ഫുഡാനാണ്. മെനു കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓർഡറാക്കി. ബർഗർ, പിസ്സ, ദെൻ ചീസ് ആൻഡ് മാക്രോൺ കഴിച്ചു. നന്നായിട്ട് വയറ് നിറഞ്ഞത് കാരണം ഇനി നേരെ നടന്നാണ് ഞങ്ങൾ ഐഫൽ ടവർ കാണാൻ പോയത്. ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടോ എൻ്റെ മുഖത്ത്? അവിടെ ചെന്നെത്തിയതും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നിലായി കുറച്ച് ഫോട്ടോ എടുത്തു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വെതർ അടിപൊളിയായിരുന്നു. ഒരു റൊമാൻറ്റിക് ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിൽ വലിയ റൊമാൻസ് ഒന്നുമില്ലാഞ്ഞിട്ട് കുഴപ്പമില്ല, തരക്കേടില്ല, കൊള്ളാം. ഈ യൂറോപ്പിൽ നമ്മൾ ഏതൊരു സ്ഥലം കാണാൻ പോയാലും അവിടുത്തെ മെയിൻ പ്രത്യേകതയാണ് നമ്മൾ എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ നടക്കും, കാരണം അവിടുത്തെ വെതറും ഒക്കെയാണ് അങ്ങനെ ഒരു വൈബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നടക്കും. ഇതാണ് എൻ്റെ ക്രൂ മെമ്പേഴ്സ്. ഇവർക്കൊപ്പമാണ് ഞാൻ പോയത്. ഐഫൽ ടവറിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ഒരു കഫേ ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്യുന്ന എമിലി ഇൻ പാരീസ് സീരീസ് കണ്ടിട്ട് പാരീസിലെ ക്രോസോൺ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ക്രോസോൺ അന്നത്തേത് തീർന്നിട്ടുണ്ടായിരുന്നു. ക്രോസോൺ കിട്ടിയില്ലെങ്കിൽ എന്താ, ആ കഫേയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള വിപ്ഡ് ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് ഞാൻ അന്നത്തെ എൻ്റെ വിഷമം അങ്ങ് തീർത്തത്. ഇതാണ് ഈ ഹോട്ട് ചോക്ലേറ്റ്. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാണ് ആ ഒരു കൈൻഡ് ഓഫ് കേക്കില്ലേ, അതിന് വേണമെങ്കിൽ നമ്മൾ എന്താ പറയുക, കേക്ക് എന്ന് തന്നെ പറയുക. പിന്നെ ആ വിപ്ഡ് ക്രീം ഒരു രക്ഷയില്ലായിരുന്നു. അതിങ്ങനെ വിപ്ഡ് ക്രീം ആ ഹോട്ട് ചോക്ലേറ്റിലിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കഴിക്കണം. പിന്നെ ഈ കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ദാറ്റ് വാസ് ടു ഡിസാസ്റ്റർ. പിന്നെ ഇത്രയും ഹോട്ട് ചോക്ലേറ്റ് കിട്ടി. പിന്നെ അത് ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കോഫിയും എല്ലാം കൂടി മിക്സ് ചെയ്താണ് കുടിച്ചത്. വീണ്ടും കുറച്ചും കൂടി നടന്നു. ആ കാണുന്നതാണ് ആർക്ക് ഓഫ് ട്രയംഫ്. പിക്ക് പോക്കറ്റിനും സ്നാച്ചിങ്ങിനും ഭയങ്കര ഫേമസ് ആണ് പാരീസ്. അതാണ് ഞാൻ എൻ്റെ ബാഗ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. നല്ല ടയേർഡായത് കാരണം റൂമിലെത്തിയ ഉടനെ ഉറങ്ങി.